കുഞ്ഞിക്കിളിയുടെ മാമോദിസ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഈ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തതിനേക്കാളും അടിപൊളിയായിട്ട് മേരി എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അമ്മായിമ്മ വരുമ്പോൾ മുണ്ടെടുപ്പിച്ചുകൊണ്ടിരിക്കണം. ഏട്ടാ അങ്ങനെ മുണ്ടെടുത്ത് ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉടുക്കാൻ അറിയാൻ പാടില്ല. പിന്നെ അമ്മച്ചി നല്ല രീതിക്ക് പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് പിന്നൊക്കെ കൊത്തിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഉടുപ്പിച്ചേക്കണം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളങ്ങനെ ഇരുന്നും തരുവാട്ടെ. ഞാൻ എന്ത് ചെയ്ത് കൊടുത്താലും അങ്ങനെ ഇരുന്നൊക്കെ തരായൊക്കെ ചെയ്യും. അത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞപ്പനും വന്നപ്പോഴേക്കും തലോട്ടപ്പനും കേട്ടോ. അപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ കുഞ്ഞികൾക്കുള്ള ഡ്രസ്സ് അവരാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഫോട്ടോസൊക്കെ എടുക്കണേണ്ട. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചായയൊക്കെ കുടിക്കാനിരുന്ന് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കണായിരുന്നേ. നമ്മുടെ ചെക്കൻ അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ആളാണ് കേട്ടോ. രാവിലെ ബാപ്റ്റിസത്തിൻ്റെ അന്ന് മാമോദിസയുടെ അന്ന് രാവിലെ ഭയങ്കര കരച്ചിൽ തുടങ്ങിയ ആളില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് കരച്ചില്ല. അപ്പോൾ ഇടയ്ക്ക് അമ്മച്ചി വന്ന് സമാധാനിപ്പിക്കേണ്ടത് തന്നെയാണൊക്കെ എടുക്കേണ്ടത്, ഓരോന്നും പറയേണ്ടത്. അപ്പോൾ അവരൊക്കെ എടുക്കുമ്പോൾ ഓക്കെ ഉണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫോട്ടോയ്ക്ക് പോലും മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. കരച്ചിൽ ഞാനും തുരിയും, അതായത് കുഞ്ഞിക്കിളിയുടെ പരിഞ്ഞമ്മയും മോളും ബെല്ലമ്മയുടെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബെല്ലമ്മ ഞാൻ പറഞ്ഞില്ല ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ബെല്ലമ്മ. അപ്പോൾ ബെല്ലയുടെയും കൂടി സൈഡിലൊക്കെ വന്നിരിക്കുന്നുണ്ട്, അവനെ കളിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആളൊരു രക്ഷയില്ലട്ടോ, ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഏട്ടനും കൂടി വന്നവന് സോക്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു രക്ഷയില്ല. പിന്നെ അമ്മച്ചിയുടെ അടുത്ത് അവൻ ഓക്കെ അതുകൊണ്ട് തന്നെ അമ്മച്ചി ഇങ്ങനെ വർത്താനം പറയുമ്പോഴും കാണിക്കുമ്പോഴൊക്കെ ആളിങ്ങനെ അനങ്ങാണ്ടൊക്കെ ഇരുന്ന് തരുന്നുണ്ട്. എന്നാലും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ആൾ ഒട്ടും നോർമലി പിന്നെ ഇരിക്കും. പക്ഷെ ആൾക്കാരെല്ലാവരും കണ്ടുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അവൻ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്കനും ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹാളിൽ വന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണ കേട്ടോ. അപ്പോൾ ആൾ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട്. അമ്മച്ചിയുടെ അടുത്ത് ആയതുകൊണ്ട് കുറച്ച് സമാധാനമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ അമ്മച്ചി പരിഞ്ഞമ്മക്ക് കുഞ്ഞിക്കിളിനെ കൈമാറിയിട്ട്, അപ്പം അങ്ങനെ ഒരു ചടങ്ങുണ്ട് നമുക്കിങ്ങനെ കൈമാറി പരിഞ്ഞമ്മക്ക് കൊടുക്കും. മാമോദിസയുടെ അന്ന് എണ്ണേക്കാളും കൂടുതൽ സ്ഥാനം അതവർ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്ത്. ഇപ്പൊ ഒരു 3 മാസം 1.5 മാസം അങ്ങനെ ഇതിൽ തന്നെ സാധാരണ നടത്താറുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ. പക്ഷെ ഏട്ടൻ വരാൻ ലേറ്റ് ആയതുകൊണ്ടും ഏട്ടന് ലീവിന്റെ കാര്യങ്ങളൊന്നും റെഡി ആവാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങൾ ഇപ്പൊ 7 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസത്തിലേക്കായി. അപ്പം അത്രയും ലേറ്റ് ആയത്. പിന്നെ ആള് ആദ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പള്ളിയിൽ ചെന്നപ്പോഴേക്കും. പക്ഷെ ഈ കരച്ചിലല്ലോ ഒരു രക്ഷയില്ലായിരുന്നു. കരച്ചിലോട് തന്നെ കരച്ചിലാണ്, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആൾക്ക്. കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. ആൾ കുഞ്ഞായതുകൊണ്ട് ആളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആളിങ്ങനെ നല്ല ഉറക്കത്തിലായിരുന്നു. ആള് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിക്കിളിങ്ങനെ എന്താ സംഭവം, ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞിക്കിളി ഡ്രസ്സ് ഒരു വെറൈറ്റി ഡ്രസ്സായിരുന്നു അവർ കൊണ്ടുവന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പല ഇതായിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ അവർ സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മാച്ചായിട്ടുള്ള ക്യാപ്പും സോക്സും ഡ്രസ്സും. പിന്നെ ഡ്രസ്സിൻ്റെ കൂടെ എന്താ പറയുക, അതിനൊരു കോളർ പോലത്തെ ഒരു ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവന് കാണാനായിട്ട്. ആ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും അവന് കുരിശ് വരച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പരിഞ്ഞമ്മയുടെ കയ്യിലേക്ക്, അതായത് ദുനിയയുടെ കയ്യിലേക്ക് അവനെ കൊടുത്തിട്ടാ പിടിച്ചേക്കണം. നേരെ പിടിച്ചിട്ടില്ല, അറന്ന് ഞാൻ സൈഡിൽ പിടിക്കാനല്ല, ചിലപ്പോൾ ചെക്കൻ കരഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണ്. പിന്നെ നാട്ടിൽ തുടങ്ങിയപ്പോൾ ആള് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം നമ്മളെവിടെയെങ്കിലും നിന്ന് കഴിയുമ്പോൾ അവന് കുറച്ചുകൂടി ഇറിറ്റേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ദേഷ്യവും വാശിയും ഒക്കെ കൂടും. പക്ഷെ നടന്നു കഴിഞ്ഞപ്പോൾ ആള് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഇടച്ചിൽ നല്ല രീതിയിലുണ്ട്. അവൻ എന്താ ഈ ആൾക്കൂട്ടം കാണുമ്പോഴാണ് ചെക്കന് കൂടുതൽ ഇത്. നമ്മൾ മാത്രം ഉള്ളെങ്കിലില്ല അവന് വലിയ കുഴപ്പമില്ല. കുട്ടികൾ പൊതുവെ അങ്ങനെ തന്നെയായിരുന്നല്ലോ. മറ്റേ കുട്ടി പിന്നെ തീരെ കുഞ്ഞായതുകൊണ്ട് എനിക്കൊന്ന് 3 മാസമോ 2.5 മാസമോ 2 മാസം അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് തീരെ കുഞ്ഞായിരുന്നു. പാവം നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. നമ്മുടെ ചെക്കൻ വില്ലപ്പനായിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട്, വില്ലനായിട്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇടയ്ക്ക് കരച്ചിലും ബഹളം അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഒരു സമയത്ത് അടങ്ങിയിരിക്കേണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് ആയപ്പോൾ ഇങ്ങനെ ഒച്ചയെടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അച്ഛനോടൊക്കെ പറയണ പോലെ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആള്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ചെക്കൻ ഇങ്ങനെ കാഴ്ചയ്ക്കണ്ട രൂപത്തിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത ശാന്തനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങളെന്തായാലും സൈഡിൽ തന്നെ, നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും സൈഡിൽ തന്നെ ഉണ്ട്. ഭയങ്കര താളം കയ്യിൽ ഇപ്പം ഇടയ്ക്കുള്ള ഒരു ഇതാണ്ട് കയ്യിൽ ഭയങ്കര താളം പിടിക്കലൊക്കെ ആയിരുന്നു. അപ്പം ദുനിയയുടെ കയ്യിലേക്ക് അവൻ നല്ലോണം താളം പിടിച്ചത് നല്ല മൂടായിരുന്നു. അപ്പം ഇടയ്ക്കൊരു നല്ല മൂട് വരും, പിന്നെ ഇടയും ചെക്കൻ പിന്നെ താളമൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര അസ്വസ്ഥതകളൊക്കെ കാണിച്ചു കൂട്ടണേട്ടോ. അല്ലാത്തപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ എന്ത് രസമായിട്ട് തിരിച്ച് കളിച്ചിരിക്കുന്ന ചെക്കനാണെന്ന് അറിയാലോ. പക്ഷെ ഇന്നലെ ഇല്ലേ ഭയങ്കര നേരം വെളുത്തപ്പോൾ തുടങ്ങി കരച്ചിലാണ്. ചെറുക്കൻ ഇരിക്കണ്ടായിരുന്നില്ല, നട്ടങ്ങി ഒട്ടും ഇരിക്കണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചി വന്ന് അവനൊന്ന് കളിപ്പിക്കുന്നുണ്ടായിരുന്നേ, കാരണം അവനൊന്ന് ഓക്കെ ആവുന്നുണ്ടായിരുന്നു.
അപ്പോൾ അച്ഛൻ ഷർട്ട് തുറന്ന് നെഞ്ചിലിങ്ങനെ കുരിശ് വരയ്ക്കും. ആ സമയത്തൊക്കെ കാറിപ്പൊളിച്ച് കൂകി. എൻ്റെ അമ്മയെ പറയണ്ട, അത്രയും ബഹളമായിരുന്നു. തുണിയേക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവൾക്കൊരു കംഫർട്ട് കിട്ടുന്നുണ്ടാവില്ല. കാരണം കുഞ്ഞുങ്ങളിങ്ങനെ കരയുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ പിടിക്കാനും ഇരിക്കാനൊക്കെ. പിന്നെ അമ്മച്ചി ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഒന്ന് സമാധാനിപ്പിക്കുമ്പോൾ അവൻ ഓക്കെ ആകുന്നുണ്ട്. പിന്നെ തുണിയെടുത്ത് വാങ്ങിച്ച് അമ്മച്ചി കൈ പിടിച്ച് അവനിങ്ങനെ ഓരോന്ന് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ കുറച്ച് നോർമലാവും. പിന്നെ വീണ്ടും ഈ കരച്ചിൽ ബഹളം തന്നെയായിരുന്നു ആള്. രാവിലെ തൊട്ടുള്ള കരച്ചിൽ, അതായത് എനിക്ക് തോന്നണേ അന്നത്തെ ദിവസം ഫുള്ള് കരച്ചിൽ ബഹളം തന്നെയായിരുന്നു. നോട്ടം നോക്കിക്ക് ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള നോട്ടം, അല്ലെങ്കിൽ എന്ത് ചിരിക്കണം ചെക്കണം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം നമ്മുടെ അച്ഛൻ തലയിൽ വെള്ളം ഒഴിച്ച് മാമോദീസ മുക്കണ ആ ഇതിലേക്ക് പോന്നപ്പോൾ പിന്നെയും കരച്ചിൽ തുടങ്ങി. സമാധാനിക്കും, പിന്നേന്ന് കരച്ചിലാവും, പിന്നെ നോർമലാവും. അങ്ങനെയായിരുന്നു കേട്ടാ. ഒരു രക്ഷയില്ലായിരുന്നു, എന്ത് കരച്ചിലായിരുന്നു. നല്ല നല്ല ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യണ ചെക്കനാണ്, പക്ഷെ ഭയങ്കര കരച്ചിലായിരുന്നു ആള്. അതുകൊണ്ട് തുണിക്കൊരു കംഫർട്ട് ഉണ്ടായിരുന്നില്ല. ഇടക്കിടക്ക് ഇങ്ങനെ തന്നെയായിരുന്നല്ലോ ആള്. ദുനിയ നിന്ന് വേർക്കിടായിരുന്നു. ഈ ചക്കര ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണമല്ല. പിന്നെ അതുപോലെ തന്നെ ഇവന്റെ കരച്ചിലെല്ലാം കൂടി ആയപ്പോൾ ആൾക്കും ടെൻഷനായിട്ടാ. മിൽട്ടണങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുണിയുടെ ഹസ്ബൻഡ് ക്രിസ്റ്റി കേട്ടാ. അപ്പോൾ ആളാണ് ശരിക്കുള്ള പരിഞ്ഞപ്പൻ, അതായത് തലവോട്ടപ്പൻ ആളാണ്. അപ്പോൾ ആള് ജോലി സംബന്ധമായിട്ട് നാട്ടിലില്ലാത്തതുകൊണ്ട് ആളുടെ ഫാദർ, അതായത് നമ്മുടെ അങ്കിള് തന്നെ, മിൽട്ടൺ അങ്കിള് ആണ് തലതൊടണം കേട്ടാ. കുഞ്ഞിലേക്ക് തലതൊട്ടത്. സീനാൻ്റെയൊക്കെ എല്ലാവരും ഉണ്ട് അവിടെ തന്നെ, സൈഡിൽ തന്നെ. ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് ആളിപ്പം. മമ്മി എന്തൊക്കെയോ ചെവിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആൾ അത് ശ്രദ്ധിച്ചിട്ടാന്ന് തോന്നുന്നത് ഇങ്ങനെ ഓക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ തിരികെ കൊടുക്കുന്ന സമയത്തും കരച്ചിൽ തന്നെ. പിന്നെയും പറയേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ഇത് തന്നെയായിരുന്നു സ്ഥിരം ചെക്കൻ. ഒരു വിധത്തില് ബാപ്റ്റിസിന്റെ ചടങ്ങുകളൊക്കെ എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയിട്ടാ. അത് ഞാനും ചെക്കനെ എടുത്ത് ഇനിയിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നേ. ഞാൻ എൻ്റെ കയ്യിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആട്ടി അങ്ങോട്ട് കാട്ടി ഇങ്ങോട്ടാട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ ഇന്ന് സ്നേഹയും ഉണ്ണിയും ചെപ്പി ചെറണൊക്കെ എല്ലാവരും കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവൻ ആ സൈഡിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സ്നേഹം അവിടെ നിന്ന് അമ്മായിയുടെ പുത്താണോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ വിളിക്കണം. ഉണ്ണിയാണെങ്കിൽ പൊന്നപ്പ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സിനിമ ഡയലോഗ് പറയുമ്പോൾ ഭയങ്കര ചിരിയായിരിക്കും കേട്ടോ. പക്ഷെ ഇന്നലെ അത്ര വലിയ ചിരി ഉണ്ടായില്ലെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് കരച്ചിൽ നിർത്തി അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പള്ളിയിൽ ചടങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കും. നമ്മുടെ ഏണസ് വെച്ചിട്ടുണ്ട്, നമ്മൾ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനായിരുന്നു നമുക്ക് കുഞ്ഞുങ്ങളുടെ മാമോസം മുക്കിയതിട്ട്. അപ്പോൾ അച്ഛൻ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് നല്ല ദൂരത്തു നിന്നാണ് അച്ഛൻ വന്നത്. അപ്പം ഇതൊക്കെ ചടങ്ങുകളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഹാളിലേക്ക് പോയിട്ടാ. നമ്മൾ അധികം പേരുടെ നമ്മൾ വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമേ നമ്മുടെ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും മൈൻഡ് ചെയ്യാനും എല്ലാവരോടും വന്ന സമയത്ത് എല്ലാവരുമായിട്ട് നമുക്ക് സംസാരിക്കാനും വരുമ്പോഴേക്ക് ഫോട്ടോ എടുക്കാനും എല്ലാവരെയും കാണാനും ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റും നമുക്ക് നല്ലോണം. ഹോളി കയറിയിട്ട് കരച്ചിൽ നോക്കിയിട്ട് ഹോളി കയറിയിട്ടും കരച്ചിൽ നിൽക്കണില്ല കേട്ടോ. ഫോട്ടോ എടുക്കാനായിട്ട് ഓരോരുത്തർ കയറുമ്പോഴേക്കും അവൻ കരച്ചിലാണ്. പിന്നെ ആ ഡ്രസ്സൊക്കെ പിടിച്ച് വായിക്കൊണ്ടേ വെക്കലും അങ്ങനെ ഇങ്ങനെയായിട്ടായിരുന്നു. നമുക്ക് ആക്ച്വലി ഇവർ വേറൊരു ഡ്രസ്സ് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഡീപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ചെക്കൻ്റെ അടച്ചിൽ കാരണം അതൊന്നും ഡീപ്പിച്ചില്ല. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയിട്ട് കേക്ക് കണ്ട് ആരിക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടിട്ട് ആരിക്ക് എന്നുള്ളൊരു കേക്കായിരുന്നു കൊണ്ടുവന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സിമ്പിളായിട്ടുള്ള കേക്ക് മതി ചേച്ചി. കുറേ കേക്ക് ചെയ്ത ചേച്ചിനോട് കസ്റ്റമൈസ് ചെയ്ത് തരുന്ന കേട്ടോ. സിമ്പിളായിട്ടുള്ള കേക്ക് മതി, കുറേ ഡോണട്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രദ്ധ ഇപ്പം വീണ്ടും താഴേന്ന് സ്നേഹയുടെ ഉണ്ണിയുടെയും ചെപ്പിയുടെയൊക്കെ മുഖത്തേക്കാ ശ്രദ്ധ. കാരണം അവരവിടെ നിന്ന് കളിപ്പിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധ മാറുമ്പോൾ വീണ്ടും കരയും. കേക്ക് വായിലേക്ക് വെച്ച് കൊടുത്തപ്പില്ലേ മധുര കുഞ്ചി എന്നൊക്കെ പറയില്ലേ ചേക്കൻ. കേക്ക് വായി വെച്ച് കൊടുത്തപ്പോഴേക്കും ഇത്തിരി നുണഞ്ഞിങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ.
കേക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. പിന്നെ മാത്രമല്ല ഇത്ര നേരമായാലും ആൾക്ക് വിശക്കണവും ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അവിടെ നമ്മളെ സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് പോയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്തത്. അമ്മച്ചിയുടെയും അമ്മയുടെയും സാരി ശ്രദ്ധിച്ചായിരുന്നു. അവർ രണ്ടുപേർക്കും സെയിം സാരി ആയിരുന്നു കേട്ടോ. അതിൻ്റെ തന്നെയായിരുന്നു സ്നേഹയുടെ ഫ്രോക്കും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിഞ്ഞമ്മയുടെ അമ്മയും അവർ രണ്ടുപേരും സെയിം സാരി ആയിരുന്നു കേട്ടോ. കേക്ക് ഇങ്ങനെ നീട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫേസൊക്കെ ആയിട്ട് പറഞ്ഞാണ് വായും തുറന്നുണ്ടവൻ ചെക്കൻ. നമ്മുടെ സ്നേഹിക്ക് 5 മാസം കംപ്ലീറ്റ് ആയിട്ടാ. ഇപ്പോൾ നല്ല വയറൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ഇനി അടുത്തത് നമ്മുടെ കുഞ്ഞുവാവ വരാൻ പോണെയാണ്. ഈ ഫ്രോക്കൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി വയറൊക്കെ അറിയുന്നുണ്ടല്ലേ. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിക്കിൽ ഉറങ്ങിയിട്ടാ. ആൾക്ക് നല്ല ചൂട് എടുക്കണ്ടായിരുന്നു, ഉറക്കവും വരണുണ്ടായിരുന്നു. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഉറങ്ങിയിട്ടാ.